22ാം വാർഡിൽ നിന്ന് മാത്രം 40 വോട്ടർമാരെയാണ് നീക്കം ചെയ്തിട്ടുള്ളത്. അത് വെറും സാങ്കേതികമായിട്ടുള്ള പിശകായിട്ട് തോന്നുന്നില്ല. അതിന്റെ പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ടോ എന്ന് സംശയിക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ്. ഇതുവരെ UDF പല സ്ഥലത്തും LDFിനെതിരെ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥ വസ്തുത തെളിവ് സഹിതം അങ്ങാടിപ്പുറം പഞ്ചായത്ത് CPM അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ വസ്തുതയുണ്ട്. കാരണം ഏകദേശം 2 വാർഡുകളിൽ താമസക്കാരേക്കാൾ കൂടുതൽ വോട്ടുണ്ടാവുക, അതായത് സാങ്കേതികത്വം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് TK റഷീദ് അലിയും CPM പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഹരി, അതുകൂടാതെ പ്രതിപക്ഷ നേതാവ് കൂടിയായ KT നാരായണ മാഷി, ഇവര് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ സാങ്കേതികത്വം മാത്രമല്ല, ഇതിന്റെ ഉള്ളിൽ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അത് വസ്തുതയാണ്, യഥാർത്ഥ വസ്തുതയാണ്, അത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അതുകൂടാതെ 3 വാർഡുകളിൽ വോട്ടർമാരെ വെട്ടിയിട്ടുള്ളത്, അതായത് ഈ 5 വാർഡുകളിലും വോട്ടർമാരെ വെട്ടിയിട്ടുള്ളത് LDFിന്റെ സജീവ പ്രവർത്തകർ, LDFിന് ലഭിക്കേണ്ട വോട്ടുകളാണ് ഇത്തരത്തിൽ വെട്ടി മാറ്റിയിട്ടുള്ളത്. ഇത് പഞ്ചായത്തിലെ ചില ആളുകളുടെ ഗൂഢ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളോ ഉണ്ട് എന്ന് CPMന്റെ നേതാക്കൾ സംശയിച്ചാൽ അവരുന്നയിക്കുന്ന ആരോപണങ്ങൾ യഥാർത്ഥമാണെന്ന് പറയേണ്ടി വരും. കാരണം അവർ തെളിവ് സഹിതമാണ് ഈ കാര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുള്ളത്. മാത്രമല്ല അവർ പറയുന്ന മറ്റൊരു കാര്യം, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് പരാതി നൽകും. അവരുടെ പരാതി ശരിക്കും ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന് പോലും വലിയ മൂല്യമുണ്ട്, വിലയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. വോട്ടർമാർ ഒരു പഞ്ചായത്തിലെ ഒരു 2 വാർഡിൽ വോട്ടർമാർ താമസക്കാരേക്കാൾ കൂടുതൽ വരിക, വേറെ 3 വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം കുറയുക, ഇതൊക്കെ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം. ആ വോട്ടർ പട്ടിക നമ്മൾ പരിശോധിച്ചപ്പോൾ ഒരു കാരണവുമില്ലാതെ 81 LDFിന്റെ വോട്ടർമാരെ വിവിധ വാർഡുകളിൽ നിന്നായിട്ട് നീക്കം ചെയ്തിട്ടുണ്ട്. വോട്ടർ പട്ടിക അതിന്റെ PDF നമ്മൾ എടുത്ത് അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് നീക്കം ചെയ്ത ഒരു ഭാഗമുണ്ട്. ആ നീക്കം ചെയ്ത ഭാഗത്തിൽ നമ്മൾ ആകെ പരിശോധിച്ച സമയത്ത്, വിവിധ വാർഡുകളിൽ പരിശോധിച്ച സമയത്ത് 81 ആളുകളെ ഇടതുപക്ഷ അനുഭാവികൾ അല്ലെങ്കിൽ പ്രവർത്തകരോ ആയിട്ടുള്ള ആളുകളെ ആ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടാണ് കാണുന്നത്. അതിപ്പോ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. സെക്രട്ടറി അതെന്തോ സാങ്കേതികമായ പിശകാണെന്നാണ് പറയുന്നത്. ഒരു വാർഡിൽ നിന്ന് മാത്രം 22ാം വാർഡിൽ നിന്ന് മാത്രം 40 വോട്ടർമാരെയാണ് നീക്കം ചെയ്തിട്ടുള്ളത്. അത് വെറും സാങ്കേതികമായിട്ടുള്ള പിശകായിട്ട് തോന്നുന്നില്ല. അതിന്റെ പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ടോ എന്ന് സംശയിക്കുകയാണ്. അത് പറയാൻ കാരണം ഈ പഞ്ചായത്തിന്റെ വാർഡ് വിഭജനം നടന്ന സമയത്ത്, അല്ലെങ്കിൽ വാർഡ് വിഭജനം പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ച സമയത്ത് ഓരോ വാർഡിലുള്ള ജനസംഖ്യയും ഇപ്പോൾ അതിനുശേഷം പട്ടിക പ്രസിദ്ധീകരിച്ച് വന്നപ്പോഴുള്ള വോട്ടർമാരുടെ എണ്ണം നോക്കിയാൽ ഒരു ശാസ്ത്രീയതയും ഇല്ലാതെ, മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ആണ് വാർഡ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വോട്ടർമാരുടെ എണ്ണം കൂടി പരിശോധിച്ചപ്പോൾ ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാരുള്ള 2 വാർഡുകൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിലുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടാവുമോ? അത് 2ാം വാർഡ്, 5ാം വാർഡ്, ആ 2 വാർഡുകളിൽ പട്ടികയിൽ പ്രസിദ്ധീകരിച്ച ജനസംഖ്യയേക്കാൾ കൂടുതലാണ് വോട്ടർമാരുടെ എണ്ണം. 2570 വോട്ടർമാരാണ് 5ാം വാർഡിലുള്ളത്. എന്നാൽ 13ാം വാർഡിൽ 1354 വോട്ട്. അതുപോലെ തന്നെ 19ാം വാർഡിലും 18ാം വാർഡിലും 1350, 60 ആ റേഞ്ചിലാണ് വോട്ട്. 1200 വോട്ട് വിവിധ വാർഡുകൾ തമ്മിലുള്ള വേരിയേഷൻ നിൽക്കുന്നു. ഇതും എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു വിശദീകരണവും എവിടെയും ലഭിച്ചിട്ടില്ല. അപ്പൊ ആ പഞ്ചായത്തിന്റെ വാർഡ് വിഭജനത്തിൽ വന്നിട്ടുള്ള കുഴപ്പവും ഇപ്പോൾ പട്ടിക ഫൈനലൈസ് ചെയ്തുകൊണ്ട് പുറത്തു വന്നപ്പോഴുള്ള
പട്ടികയിലുള്ള പിശകുകളും എല്ലാം ബോധപൂർവം സംഭവിച്ചിട്ടുള്ളതാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. മാത്രമല്ല 2 തവണ ആദ്യഘട്ടത്തിൽ വോട്ട് ചേർക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അന്ന് അപേക്ഷ നൽകി പഞ്ചായത്തിൽ സെക്രട്ടറിക്ക് മുമ്പാകെ ഹിയറിംഗിന് ഹാജരായി. അന്ന് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടില്ല. പിന്നീട് 2ാം ഘട്ടം അപേക്ഷ കൊടുക്കാൻ അവസരം ഉണ്ടായപ്പോൾ ആ സമയത്ത് പഞ്ചായത്തിൽ ഹിയറിംഗിന് ഹാജരായി. അങ്ങനെയുള്ള ധാരാളം വോട്ടുകൾ അല്ലെ വോട്ടർമാർക്ക് ഇപ്പൊ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പട്ടികയിലും ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. അതും എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതേസമയം 14ാം വാർഡിലും 16ാം വാർഡിലും ഒരാൾക്ക് പുതുതായി വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഒരേ അഡ്രസ്സിൽ ഒരേ വീട്ടു നമ്പർ, ആ ഒരേ അഡ്രസ്സിലും ഒരേ വീട്ടു നമ്പറിലുള്ള ആള് 2 വാർഡിലും ഹിയറിംഗിന് ഹാജരാവുകയാണ്. 2 വാർഡിലെയും വോട്ടർ പട്ടികയിൽ ഇടം നേടുകയാണ്. ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ വാർഡ് വിഭജനവും അന്നുണ്ടായിട്ടുള്ള തീർത്തും കുറ്റകരമായ പിശകുകളും അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡം പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് പട്ടിക തയ്യാറാക്കി അല്ലെങ്കിൽ വാർഡ് വിഭജനം നടത്തി. ഇപ്പോ ഒരു കാരണവുമില്ലാതെ പട്ടികയിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്തിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ ആളുകളെ. ഒരേ സമയം 2 വാർഡിൽ ഒരാൾക്ക് ഹിയറിംഗിന് ഹാജരായി വോട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഞങ്ങൾ ഇത് നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരേ വാർഡിൽ 2 വാർഡിൽ ഒരാൾക്ക് പേര് വരാനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പട്ടികയിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ നീക്കം ചെയ്ത ആളുകളെ സംബന്ധിച്ചുള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ജോയിന്റ് ഡയറക്ടർക്കും നൽകാൻ വേണ്ടി പോവുകയാണ്. ഇത് അങ്ങനെ വിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. പരാതിയുമായി നിയമപരമായ പരാതികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അങ്ങാടിപ്പുറത്തെ CPM ഇടതുപക്ഷവും തീരുമാനിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുന്നതിനും ആണ് ഇപ്പൊ ഈ സമയം ഉപയോഗിക്കുന്നത്. അതേപോലെ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഇനി എന്താണെങ്കിലും ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തന്നെ ആശങ്കയുണ്ട്. ഇത് എല്ലാം നടത്തുന്ന സമയത്ത് കൃത്യമായി പരിശോധനകളില്ലാതെ നടത്തിയതോ അതല്ലെങ്കിൽ ബാഹ്യ സമ്മർദ്ദത്തിന്റെ ഭാഗമായി നടത്തിയതോ ആവാനാണ് സാധ്യത എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇപ്പൊ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് CPM നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ഇത് LDF-ന് ലഭിക്കേണ്ട വോട്ടുകളാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത് കൂടാതെ മറ്റു നിയമ നടപടികൾക്ക് കടക്കുമെന്നാണ് CPM നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.